ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ചെയ്യാൻ പോകുന്ന പുതിയൊരു വർക്ക്, ഒരു പുതിയ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് നിങ്ങളെ കൊണ്ടുപോവാണ്. എന്താണ് ഇന്നത്തെ വർക്ക്? മെഷർ റെസിസ്റ്റൻസ് യൂസിങ് വോൾട്ടേജ് ഡ്രോപ്പ് മെത്തേഡ്. എന്താണ് റെസിസ്റ്റൻസ്? കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന എന്താണോ അതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഓംസ് ലോ പ്രകാരം പറയുകയാണെങ്കിൽ എന്താണ് ഓംസ് ലോന്റെ ഇക്വേഷൻ? I ഈക്വൽ ടു V/R. കറണ്ട് വോൾട്ടേജിന് നേരെ അനുപാതത്തിലും റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലുമാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റ്. ഈ ഓംസ് ലോയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വേറൊരു ഇക്വേഷനാണ് R. ആറിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള വർക്കും. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഏത് മെത്തേഡ് പ്രകാരം? വോൾട്ടേജ് ഡ്രോപ്പ് മെത്തേഡ് പ്രകാരം. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല R ഈക്വൽ ടു V/I ആണ്. ഇനി എന്താണ് V, എന്താണ് I എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ആണ്. നമുക്ക് കിട്ടുന്ന സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 240 വോൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്കിനനുസരിച്ച് ആ വോൾട്ടേജിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ചേഞ്ച് വരുത്തിയിട്ടൊക്കെ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുക. പ്രൊസീജിയർ പ്രകാരം എന്താണോ പറയുന്നത് അതാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് നമുക്ക് അറിയാം. വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ്. ഇനി അടുത്തത് കറണ്ടാണ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോയിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. അതിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഇന്നത്തെ വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? R ഈക്വൽ ടു V/I. അപ്പോൾ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഇനി റെസിസ്റ്റൻസ് എന്താണ്? കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന എന്താണോ അതാണ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സമയം കളയാൻ ഒട്ടും നേരമില്ല, വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ വർക്കാണിത്. മെഷർ റെസിസ്റ്റൻസ് യൂസിങ് വോൾട്ടേജ് ഡ്രോപ്പ് മെത്തേഡ്. ഓക്കെ, ഒരു സിമ്പിൾ കണക്ഷൻ ആണ്. ഒരു വോൾട്ട് മീറ്റർ അമ്മീറ്റർ കണക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാരലായിട്ട് ഒരു വോൾട്ട് മീറ്റർ, സീരീസ് ആയിട്ട് ഒരു അമ്മീറ്റർ. റെസിസ്റ്റൻസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ ഏതാണോ, ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റൻസ്. ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, റെസിസ്റ്റൻസ് ബ്രാക്കറ്റിൽ H എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ടാബുലർ കോളത്തിൽ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് മാക്സിമം ഈക്വൽ ടു V/A റെഡി. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അത് പ്രകാരമുള്ള വയറിങ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 0 to 50 വോൾട്ടിൻ്റെ ഒരു വോൾട്ട് മീറ്ററും 0 to 500 മില്ലി ആംപിയർ DC ആണ് കേട്ടോ, DCയുടെ ഒരു അമ്മീറ്ററും, അതുപോലെ തന്നെ DC പവർ സപ്ലൈ 30 വോൾട്ടിന്റെ ഒരു പവർ സപ്ലൈ. പിന്നെ നമ്മൾ ചെയ്യുന്ന തന്നെ എക്സ്റ്റൻഷൻ ബോർഡ് നമ്മളവിടെ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻ. സിമ്പിളാണ് കേട്ടോ കണക്ഷൻ. അതായത് അമ്മീറ്റർ വോൾട്ട് മീറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യുക. അതിന് അക്രോസ് ആയിട്ടൊരു റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല, പക്ഷെ അതിന്റെ വാല്യൂ ഞാൻ പറയാം. 3.3 റെസിസ്റ്റൻസ്, 3.3 കിലോ ഓമിന്റെ റെസിസ്റ്റൻസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. 3.3 റെസിസ്റ്റൻസ്. അപ്പോൾ അതിന്റെ കളർ കോഡ് വന്നിട്ട് ഓറഞ്ച് റെഡ് ആണ് കേട്ടോ വരിക. അപ്പോൾ ഇതിൽ നമ്മളിവിടെ കണക്ഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മീറ്ററിന്റെയും വോൾട്ട് മീറ്ററിന്റെ ഇടയിലായിട്ടൊരു കണക്ഷൻ. അപ്പോൾ ഇത് കൃത്യം ഈ വയർ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അമ്മീറ്ററിന്റെയും വോൾട്ട് മീറ്ററിന്റെ അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സപ്ലൈ ഓൺ ചെയ്യാം കേട്ടോ. സപ്ലൈ ഓൺ ചെയ്തിട്ട് നമ്മളവിടെ നോക്കി. ഇപ്പോൾ പ്രസന്റ്ലി 0 കറണ്ടും 0 വോൾട്ടേജും ആണ്. റീഡിങ് ഇതിൽ വ്യത്യാസമൊന്നുമില്ല, 0യിൽ തന്നെയാണ്. 0 കറക്ഷൻ എപ്പോഴും നോക്കണം. 0യിൽ തന്നെയാണോ വോൾട്ട് മീറ്റർ അമ്മീറ്റർ നിൽക്കുന്നത് എന്നുള്ള കാര്യം നോക്കണം. എന്നിട്ട് നമുക്ക് ഇതിന്റെ നീഡിൽസ്, അതായത് കറണ്ടിന്റെ നീഡിൽസ് ആയാലും അത് കൂട്ടാം, ഗ്രാജുവലി രണ്ടും ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ വോൾട്ടേജ് നമുക്ക് ഇടേണ്ടത് 30 വോൾട്ടിലാണ്, 30 വോൾട്ടിലാണ് നമ്മൾ ഇടുക. ഏകദേശം ഒരു 29.6 29.7 ആ ഒരു റേഞ്ചിൽ വരും.
അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വോൾട്ട് മീറ്റർ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്, 29.7, അല്ലെങ്കിൽ നമ്മളതിൽ റീഡിങ്ങിൽ കണ്ട പോലെ തന്നെ 29.7. അപ്പോൾ നമുക്ക് ഇവിടെ മെഷർ ചെയ്യേണ്ട ഒരു സംഭവമാണ് മില്ലി ആംബിയർ അല്ലേ. എത്രയാണ് മില്ലി ആംബിയർ വന്നിരിക്കുന്നത്? സീറോയിൽ നിന്നും എത്ര ഡിവിഷൻസ് ആണ് അങ്ങോട്ട് പോകുന്നത് എന്നുള്ളത് നോക്കുക. ഇതിപ്പോൾ ഫസ്റ്റ് ഡിവിഷനിലാണ് നിൽക്കുന്നത്, ഒരു 10 മില്ലി ആംബിയർ ഉണ്ടാവും. ഓക്കെ, കറണ്ട് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വേണം മീറ്റേഴ്സ് നോക്കാനായിട്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 10 മില്ലി ആംബിയർ ഉണ്ട്. 10 മില്ലി ആംബിയർ നമുക്ക് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് എഴുതി 29.7, കറണ്ട് എഴുതി എത്ര 10 മില്ലി ആംബിയർ. അപ്പോൾ റെസിസ്റ്റൻസ് V/I ആണ് വരിക. എന്താണ് റെസിസ്റ്റൻസ്? V/I പറയുമ്പോൾ 29.7 ഡിവൈഡ് ബൈ 10 മില്ലി ആംബിയർ. അപ്പോൾ അത് എത്രയാണ് വരിക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് തരണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കൊരു എത്ര വാല്യൂ, നമ്മൾ എടുത്ത വാല്യൂ എത്രയായിരുന്നു? 3.3 കിലോ ഓം. ഓക്കെ, 3.3 കിലോ ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ് എടുത്ത സമയത്ത് നമുക്ക് കിട്ടിയ വാല്യൂ ആണ്. ഒന്നുകൂടി ചെക്ക് ചെയ്യാം. 30യുടെ അടുത്തായിട്ട്, എന്നാൽ 30 ടച്ച് ചെയ്യാത്ത രീതിയിൽ വോൾട്ട് മീറ്ററും അതുപോലെ തന്നെ മില്ലി ആംബിയർ നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മില്ലി ആംബിയറിൻ്റെ അടുത്താണ് കറണ്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ഇത് ചെയ്തത്, അതായത് മെഷർ ദി ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ബൈ വോൾട്ടേജ് ഡ്രോപ്പ് മെത്തേഡിൽ കണ്ടുപിടിച്ച വാല്യൂ. ഇനി ഈ വാല്യൂസിന് പകരം ഞാൻ വേറൊരു റെസിസ്റ്റർ കൂടി കൊടുക്കാൻ പോണ്. 4.7 കിലോ ഓമിന്റെ ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ മാത്രമാണ് ചേഞ്ച് ആവുക. 4.7 കിലോ ഓം എന്ന് പറയുമ്പോൾ കളർ കോഡ് എന്തായിരിക്കും? യെല്ലോ, വയലറ്റ്, റെഡ്. അപ്പോൾ ഈ പറഞ്ഞ റെസിസ്റ്റൻസിൽ മാത്രമാണ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ആ റെസിസ്റ്റർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ള വാല്യൂസ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ ഈ പറയുന്ന റെസിസ്റ്റർ, ഇപ്പോൾ കാണിച്ച ഒരു റെസിസ്റ്റർ, അത് മാറ്റിയിട്ട് പുതിയൊരു റെസിസ്റ്റർ, അതായത് 4.7 കിലോ ഓമിന്റെ ഒരു റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. സപ്ലൈ ഓഫാണ്. സപ്ലൈ നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വോൾട്ടേജ് കൂട്ടുന്നതിന് ആവശ്യമായിട്ട് ഇത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ചെയ്യരുത്. പതുക്കെ സാവധാനത്തിലാണ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക. അപ്പം നമുക്ക് അതിനിടയിലുള്ള വോൾട്ടേജ് എത്ര നോക്കും. വോൾട്ടേജ് നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 29.7 ആയിരുന്നു നേരത്തെ കിട്ടിയത്. ഇപ്പോൾ ചെറിയൊരു വേരിയേഷൻസ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേരിയേഷൻസ് ഉണ്ടാവാം, ലോസസ്. ഓക്കെ, 29.6, 29.7 ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെയാണ് വോൾട്ട് മീറ്ററിലും കിട്ടിയിരിക്കുന്നത്. 29.7 ഏകദേശം കുറച്ചൊരു ചെറിയ ഡിഫ്ലക്ഷൻ ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസിന്റെ പോർഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, കറണ്ടിന്റെ പോർഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 10ന്റെയും 0ന്റെയും നടുവിലായിട്ടാണ് ഈ പറയുന്ന നീഡിൽ, അമ്മീറ്ററിന്റെ നീഡിൽ നിൽക്കുന്നത്. അപ്പോൾ അത് ഒരു 5 മില്ലി ആംബിയർ ആയിരിക്കും അതിന്റെ റെസിസ്റ്റൻസ് വരിക. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലൊരു 5 മില്ലി ആംബിയർ, ഇത് നേരത്തെ പോലെ തന്നെ 29.7. അപ്പോൾ ഈക്വേഷൻ എങ്ങനെ വരും? R = V/I, 29.7 ഡിവൈഡ് ബൈ 5 മില്ലി ആംബിയർ. നിങ്ങൾക്ക് മില്ലി ആംബിയർ കാൽക്കുലേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സംഭവം മനസ്സിലായി. നമ്മൾ അമ്മീറ്ററിലാണ് ഈ പറയുന്ന കണക്ഷൻസ് ചെയ്യുക. പക്ഷെ 1 മില്ലി ആംബിയർ ഈക്വൽ ടു 0.001 ആംബിയർ. അപ്പോൾ നമുക്ക് മില്ലി ആംബിയറിൽ കിട്ടിയ റീഡിങ്ങിനെ ആംബിയറിലോട്ട് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ കിട്ടിയ മില്ലി ആംബിയർ റീഡിങ്ങിനെ ഇൻറ്റു 0.001 ആംബിയറിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംബിയറിലുള്ള റീഡിങ് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ ഇല്ലാന്നുണ്ടെങ്കിലും, ഇപ്പം നമുക്ക് അതിൽ റീഡിങ്സ് കിട്ടില്ല എന്നുണ്ടെങ്കിലും വേറെ ചെയ്യാൻ പറ്റുന്നൊരു ഉപകരണമാണ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ക്ലാസ് വേറെ എടുത്തു തരാം. അപ്പം എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം, ഡി സിയിലുള്ള വോൾട്ടേജ് ചെക്ക് ചെയ്യാം, എ സിയിലുള്ള വോൾട്ടേജ് ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ പറയുന്ന അമ്മീറ്ററിൽ കേട്ടോ. അപ്പോൾ അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് അങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഹൈ വാല്യൂ റെസിസ്റ്റൻസിലുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത വർക്ക്
ലോ വാല്യൂ റെസിസ്റ്റൻസ്, ഇതേ മെത്തേഡിൽ ലോ വാല്യൂ റെസിസ്റ്റൻസ്, ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആർ ലോ വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലോ വാല്യൂ. അപ്പോൾ ലോ വാല്യൂ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2.2 കിലോ ഓമിൻ്റെയും 1 കിലോ ഓമിൻ്റെയും 2 റെസിസ്റ്റൻസ് ആണ് ഞാൻ ചേഞ്ച് ആക്കുക. ഇപ്പോൾ കണക്ഷൻസിലൊന്നും മാറ്റമില്ല, നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ റെസിസ്റ്റൻസിൻ്റെ ഇടയിൽ, റെസിസ്റ്ററിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോ വാല്യൂ റെസിസ്റ്റൻസ് ഇടുക. ഇപ്പോൾ 2.2 കിലോ ഓമിൻ്റെ റെസിസ്റ്റൻസ് ഇടുക, അതുപോലെ തന്നെ 1 കിലോ ഓമിൻ്റെ റെസിസ്റ്റൻസ് ഇടുക. അപ്പോൾ ആ 2 റെസിസ്റ്റൻസ് ഇട്ടിട്ടുള്ള വാല്യൂസ് എന്താണ്, അതിലുള്ള റെസിസ്റ്റൻസിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ചെറിയൊരു തിരുത്ത് പറയാണ്. ഈ ഒരു കണക്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ്, വോൾട്ടേജ്, നെഗറ്റീവ്, അതുപോലെ തന്നെ അമ്മീറ്ററിന്റെ നെഗറ്റീവ് റെസിസ്റ്ററിലോട്ട് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന നോക്കിയേ, അമ്മീറ്ററിന്റെ നെഗറ്റീവും വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവും കൂടി എവിടേക്കാണ് പോയിരിക്കുന്നത്, റെസിസ്റ്ററിന്റെ ഒരു എൻഡിലോട്ട്. അപ്പോൾ അടുത്ത പോയിന്റ് റെസിസ്റ്ററിന്റെ അടുത്ത എൻഡ് വോൾട്ട് മീറ്റർ, അത് താഴത്തെ പോലെ തന്നെ. പക്ഷെ ഇവിടെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, അതിന്റെ പൊളാരിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഈ പറഞ്ഞ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന റെസിസ്റ്റർ, അതായത് ഇവിടെ നമ്മളൊരു ചേഞ്ച് വരുത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് 2.2 കിലോ ഓമിന്റെ ഒരു റെസിസ്റ്റൻസ്, അതായത് നമ്മൾ ആദ്യം യൂസ് ചെയ്തത് 3.3ഉം 4.4ഉം ആണ്, 4.7ഉം ആണ് കിലോ ഓമിന്റെ റെസിസ്റ്റർ ആണ് യൂസ് ചെയ്തത്. ഇനി ലോ റെസിസ്റ്റൻസ്, അപ്പോൾ 2.2 എടുത്തു, 1 കിലോ ഓമിന്റെ 2 റെസിസ്റ്റൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 2.2 കിലോ ഓമിന്റെ റെസിസ്റ്റർ എടുത്തു, ഞാനത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓൺ ചെയ്തിട്ട് അതിന്റെ റീഡിങ്സ് ഒക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്ലൈ ഓൺ ചെയ്യാം. സപ്ലൈ ഓൺ ചെയ്തിട്ട് നമ്മളിതിനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുന്ന സമയത്ത് 29.2 അതാണ് ഒരു റീഡിങ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ അറിയാം എന്ത് സംഭവിച്ചു. കറണ്ടിന്റെ റേറ്റിംഗ് ഇവിടെ കൂടിയിട്ടുണ്ട്. എത്രയുണ്ട്, ഒരു 15 മില്ലി ആംപിയറിന്റെ അടുത്താണ് ഇതിൽ വരുന്ന കറണ്ട്. 15 മില്ലി ആംപിയർ, അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. രണ്ടിന്റെയും സെൻട്രലായിട്ടാണ് ഈ പറയുന്ന നീഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു 15 മില്ലി ആംപിയർ ഉണ്ടാവും കറണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജ് എത്രയുണ്ട്, 29.2 എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ നമുക്കിവിടെ എഴുതാം വോൾട്ടേജ് 29.2, കറണ്ട് വന്നിട്ട് എത്ര വന്നേ, 15 മില്ലി ആംപിയർ. അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി മുകളിൽ നോക്കുന്ന സമയത്ത് കറണ്ടിൽ എന്ത് സംഭവിച്ചു, വേരിയേഷൻസ് ഉണ്ടാവുന്നു. വോൾട്ടേജ് നോക്കണ്ട, വോൾട്ടേജ് ചില സമയങ്ങളിൽ വേരിയേഷൻസ് ഉണ്ടാവാം, അത് ഇങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന റീഡിങ്സ് എന്താണോ അതാണ് നമുക്ക് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറയുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച്, നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റർ അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് മാറ്റം വരും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 റീഡിംഗ് ആണ് 29.2. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്ന റെസിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ഓമിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതിന്റെ കളർ കോഡിങ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ്, ബ്രൗൺ, ബ്ലാക്ക്, റെഡ്, ആ പറയുന്നതാണ് അതിന്റെ കളർ കോഡിങ് വരുന്നത്. 2.2ന്റെ എങ്ങനെയായിരുന്നു, റെഡ്, 3 റെഡ് ഉണ്ടാവും. അതിനുശേഷം പ്ലസ് ഓർ മൈനസ് ഏതും ആവാം, ഗോൾഡ്, സിൽവർ, അത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു റെസിസ്റ്ററും കൂടി വെച്ചിട്ട് അതിന്റെ വേരിയേഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബ്രൗൺ, ബ്ലാക്ക്, റെഡ്, അതായത് 1 കിലോ ഓമിന്റെ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്രൗൺ, ബ്ലാക്ക്, റെഡ് 1 കിലോ ഓമിന്റെ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് സപ്ലൈ ഓൺ ചെയ്യാം. സപ്ലൈ ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് 0യിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാജുവലി കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും നോബുകൾ, ഇതിനെ ഈ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് കേട്ടോ നോബ്. അപ്പോൾ ആ നോബ് നമുക്ക് പതുക്കെ ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീഡിങ്ങിൽ കാണിക്കുന്ന ഒരു 29.9 വോൾട്ടേജ് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്.
ഇനി നമുക്ക് അമ്മീറ്ററിലോട്ട് വരാം. ഏകദേശം 10 25 മില്ലി ആംബിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. 25 മില്ലി ആംബിയർ റെസിസ്റ്റൻസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിവിടെ ടാബുലേറ്റ് ചെയ്യാം. 29.9 25 മില്ലി ആംബിയർ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 29.2 ഡിവൈഡ് ബൈ 15 മില്ലി ആംബിയർ, അതുപോലെ തന്നെ 29.9 ഡിവൈഡ് ബൈ 25 മില്ലി ആംബിയർ. ഇത് തന്നെയായിരിക്കും നമ്മുടെ റീഡിങ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച 2 വർക്കുകൾ. ഹൈ വാല്യൂ റെസിസ്റ്റൻസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ ലോ വാല്യൂ റെസിസ്റ്റൻസിൽ വോൾട്ടേജ് കറണ്ടിലുള്ള വ്യത്യാസം, അതുമൂലം ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്റെ ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.